അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ സുലോചന ചേച്ചിയുടെ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരമായും പല വസ്തുക്കളും ഉണ്ടാക്കുന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഞ്ഞൂറിൽ കൂടുതൽ വെറൈറ്റി ചെടികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സുലു ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെടി വളർത്തൽ കൂടാതെ കരകൗശല മേഖലയിലും കഴിവ് തെളിയിച്ച ഒരാളാണ് സുലോചന ചേച്ചി. ചിരട്ട കൊണ്ടുള്ള വസ്തുക്കളും അതുപോലെ തന്നെ പെയിൻറ്റിങ്, ബോട്ടിൽ ആർട്ട്, പിന്നെ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോൾ ഗാർഡനിങ്ങിലും അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരമായ വസ്തുക്കളും ഉണ്ടാക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. ഇതാണ് സുലോചന ചേച്ചി. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. കരകൗശല പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച കർഷകർക്കുള്ള അക്ഷയശ്രീ അവാർഡ്, മികച്ച ചിത്രകാരിക്കുള്ള വരക്കൂട്ടം അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. ഇത് ചേച്ചിക്ക് ഇൻ്റർനാഷണൽ വുമൺസ് ഡേയുടെ അന്ന് കിട്ടിയതാണ്. ചേച്ചി ഉണ്ടാക്കിയ പല വസ്തുക്കളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ചേച്ചിയുടെ ഗാർഡനിലേക്ക് പോകാം. ഇവിടെ ധാരാളം ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ ധാരാളം പ്ലാന്റ്സ് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് വാൻഡ ഓർക്കിഡ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ തന്നെ പല വെറൈറ്റീസും ഉണ്ട്. ധാരാളം മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തായി ധാരാളം ഓർക്കിഡ് പ്ലാന്റ്സ് കാണാം. പലതരത്തിലുള്ള ഓർക്കിഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൈകളും ധാരാളം ഉണ്ട്. അതൊക്കെ വിൽപ്പനക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർക്കായിട്ട് ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ കാണുന്നതെല്ലാം ഓർക്കിഡ്സിൻ്റെ തൈകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഡീനിയ കാണാം. അഡീനിയയുടെ തൈകളും ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവുന്ന ചെടിയാണ് അഡീനിയ. അപ്പോൾ അഡീനിയയുടെയും പല വെറൈറ്റീസും ഇവിടെയുണ്ട്. അപ്പോൾ തൈകളും ഉണ്ട്. വേണ്ടവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നോക്കിയാൽ മതി. സുലോചന ചേച്ചിക്ക് ഗാർഡനിങ്ങിൽ അത്രയും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പല രീതിയിലും പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചെടി ഉപയോഗിച്ച് ആർച്ച് മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അരയന്നത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാഴ്വസ്തുക്കളിൽ നിന്നും ചേച്ചി ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കിയത് കാണാം. ഇവിടെ പൈനാപ്പിൾ മോഡലിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 2 കൈകളുടെ രൂപം ഉണ്ടാക്കി വെച്ചത് കാണാം. അതിലൊക്കെ ചെടികളും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാക്കയുടെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ചേച്ചി ഗാർഡനിങ് മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് അഗ്ലോണിമ. അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അഗ്ലോണിമയുടെ തൈകൾ ഒരുപാട് ചട്ടിയിലാക്കി വെച്ചത് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മയിലിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചത് കാണാം. അങ്ങനെ പല രീതിയിലും ചേച്ചി ഓരോന്നായി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് മോൺസ്റ്ററ പ്ലാന്റ്.
സുലോചന ചേച്ചിയുടെ ഗാർഡനിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്റ്റാൻഡും അതിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളും ചെടികളുമെല്ലാം. അതിലൊക്കെ നിറയെ പൂക്കളുണ്ടായാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ഒരു മെയിൻ അട്രാക്ഷനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് കാണാം. പലതരത്തിലുള്ള വെറൈറ്റി ചെടികൾ ഈ ഗാർഡനിലുണ്ട്. പലതിൻ്റെയും പേര് എനിക്ക് അറിയാത്തതുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പടർന്നു പോകുന്ന ചെടിയാണ് ഹോയ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഈ ഒരു ചെടിയിൽ ഉണ്ടാവാറ്. ഈ ഒരു ചെടിയിൽ തന്നെ പല വെറൈറ്റികളുമുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഹോയ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫ്ലവർ. ഇനി ഈ ഒരു ഭാഗത്തായി ധാരാളം 10 മണി ചെടികളുണ്ട്. പല നിറത്തിലുള്ള 10 മണിപ്പൂക്കളെയും നമുക്ക് കാണാം. ഈ കാണുന്നതെല്ലാം 10 മണി ചെടിയിലെ വെറൈറ്റികളാണ്. ഈ ഒരു ഭാഗത്തായി കള്ളിമുൾച്ചെടി നല്ല ഭംഗിയിൽ വലുതായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റികളും ഇവിടെയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോളിയസ് ചെടിയുടെ കളക്ഷൻസ് കാണാം. പണ്ട് കാലത്ത് നമ്മൾ ഈ ഒരു ചെടിക്ക് മാസം മാറി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പണ്ട് പല വീടുകളിലും ഈ ചെടി ധാരാളമായിട്ട് കാണാമായിരുന്നു. പക്ഷെ അന്നൊന്നും ആർക്കും ഒരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നഴ്സറികളിലൊക്കെ നല്ല വിലയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു ചെടിയാണ് ഈ കോളിയസ് ചെടി. നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ്. കളർ ചെടി എന്നും മാസം മാറി ചെടി എന്ന പേരിലൊക്കെയായിരുന്നു ഇത് അറിഞ്ഞിരുന്നത്. ഇതിൻ്റെ പല വെറൈറ്റീസും ഇവിടെയുണ്ട്. ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ചെടി പച്ച കളറിലും അതുപോലെ ബ്രൗൺ, റെഡ്, യെല്ലോ അങ്ങനെ പല നിറത്തിലും നമുക്ക് കാണാം. ഇനി ഈ ഒരു ഭാഗത്തായി ധാരാളം ആന്തൂറിയൻ ചെടികളുണ്ട്. അതിൻ്റെ പല വെറൈറ്റീസും ഇവിടെയുണ്ട്. നല്ല വെറൈറ്റി പൂക്കളുള്ള ധാരാളം ചെടികൾ ഇവിടെയുണ്ട്. ഇതാണ് ബ്ലീഡിംഗ് ഹേർട്ട് പ്ലാന്റ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി പേരുകളുള്ള ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. പല പേരുകളും എനിക്ക് അറിയാത്തതുണ്ട്. കലാത്തിയ, കലേഡിയം, പിറ്റൂണിയ, ബിഗോണിയ, എപ്പീഷ്യ അങ്ങനെ ധാരാളം ചെടികൾ ഈ ഗാർഡനിലുണ്ട്. ആന്തൂറിയൻ ചെടിയിലൊരു വെറൈറ്റിയാണിത്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജമന്തിയും ഇവിടെയുണ്ട്. ഈ കാണുന്ന ചെടിയാണ് ടർട്ടിൽ വെയിൻ എന്ന് പറയുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ചട്ടിയിലെ കാക്ടസ് പ്ലാന്റ്സ് കാണാൻ പറ്റും. അതിൻ്റെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇതാണ് നീലാമരി എന്ന് പറയുന്ന ചെടി. വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഹെയർ ഡൈക്ക് പകരമൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ചെടിയുടെ തന്നെ ധാരാളം വെറൈറ്റികൾ ഇവിടെയുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുന്നത് കാരണമാണ് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത്. ഈ കാണുന്ന ചെടിയുടെ പേരാണ് എപ്പീഷ്യ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. അതുപോലെ ഇതിൻ്റെ പല വെറൈറ്റികളും ഇവിടെയുണ്ട്. ഈ ഗാർഡനിലെ ഓരോ ഭാഗത്തായും പല നിറത്തിലുള്ള പല വിധത്തിലുള്ള ചെടികൾ നമുക്ക് കാണാം. പൂക്കാലത്ത് വരികയാണെങ്കിൽ കൂടുതൽ രസമായിരിക്കും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. മറ്റൊരു ഭാഗത്തായി ധാരാളം അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസുമുണ്ട്. ഇവിടെ നമുക്ക് ആമ്പൽ, താമര അങ്ങനെയൊക്കെ കാണാൻ പറ്റും.
ഇനി നമുക്ക് സുലോചന ചേച്ചിയുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം. ഈ ഒരു ഭാഗത്ത് ചിരട്ട ഉപയോഗിച്ചുണ്ടാക്കിയ പല ഉൽപ്പന്നങ്ങളും നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെ ചേച്ചി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല മോഡലിലും ഉണ്ടാക്കിയത് കാണാം. ചിരട്ട ഉപയോഗിച്ച് പലവിധം ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ രൂപം ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാം. സ്കൂളുകൾ നടത്താറുള്ള പ്രവൃത്തി പരിചയമേളയിലെ മത്സരങ്ങളായ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന രൂപനിർമ്മാണം, കളിമണ്ണ് കൊണ്ടുള്ള രൂപനിർമ്മാണം, അതുപോലെ പാഴ്വസ്തുക്കളിൽ നിന്നുള്ള അലങ്കാര രൂപനിർമ്മാണം എന്നിവയ്ക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ചേച്ചി കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതുവഴി സബ് ജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലുമെല്ലാം കുട്ടികൾക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ഭാഗത്ത് പല രാജ്യങ്ങളുടെയും കോയിൻ കളക്ഷൻസും അതുപോലെ നോട്ട്സിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ട്. പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ധാരാളം അലങ്കാര രൂപങ്ങൾ നമുക്കിവിടെ കാണാം. പണ്ടൊക്കെ ശാസ്ത്രമേളയ്ക്കൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാറുണ്ടായിരുന്നത്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള വസ്തുക്കളും ചേച്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്സിൻ്റെ കളക്ഷൻസാണിത്. എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. പലവിധം പെയിൻറ്റിങ്സും ചേച്ചി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗ്ലാസ് പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, അങ്ങനെ നല്ല രീതിയിൽ തന്നെ അതെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ ചെടി വളർത്തലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്രാഫ്റ്റുകളെല്ലാം ചെയ്തിട്ടാണ് ചേച്ചി സന്തോഷം കണ്ടെത്തുന്നത്. നമ്മൾ ഒഴിവു സമയങ്ങളിൽ വെറുതെ ഇരിക്കാതെ ഇങ്ങനെ പലതും ചെയ്യുന്നത് നമുക്കും വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചേച്ചിയുടെ ചെടികളൊക്കെ ആവശ്യമുള്ളവർക്കായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. താങ്ക് യു.